ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരായ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയാണ്. പോലീസ് കാവലിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകൾ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തിയിരുന്നു. ടിൻഡു ദാസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്, അത് സംയുക്ത സമരസമിതിയുടെ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതേസമയം തന്നെയാണ് മുട്ടത്തറയിൽ പോലീസ് കാവലിൽ MVDയുടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ്. തീർച്ചയായും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്കാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിൽ വെച്ച ഇന്ന് രണ്ടാം ഘട്ട സമരത്തിനും പ്രഖ്യാപനമുണ്ടായി. ആ സമയത്ത് തന്നെ മുട്ടത്തറയിൽ സമാന്തരമായി തന്നെ ഈ സ്ലോട്ട് വിളിച്ച മുറയ്ക്ക് അവസാനമായിട്ട് ഒരാൾ ടെസ്റ്റ് എത്തിയിരുന്നു. പോലീസിന്റെ സംരക്ഷണയിൽ ആ ടെസ്റ്റ് നടന്നിരുന്നു. പക്ഷേ ആ ടെസ്റ്റ് പരാജയപ്പെട്ടു. 8:30 മണിയോടുകൂടിയാണ് മുട്ടത്തറയിൽ സ്ലോട്ടുകൾ വിളിച്ചത്. 25 പേരായിരുന്നു ആദ്യം ഈ സ്ലോട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 10:30 മണിവരെ ആരും എത്തിയിരുന്നില്ല. 10:30 ശേഷമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്റെ മകൾ ഇത്തരത്തിൽ ടെസ്റ്റിനായി എത്തിയിരുന്നത്. ഈ ടെസ്റ്റ് ആദ്യം നടത്തിയത് റോഡ് ടെസ്റ്റ് ആണ്. റോഡ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് വാഹനത്തിന്റെ പിൻഭാഗം ഇടിച്ചിരുന്നു. ഈ വാഹനത്തിന്റെ പിൻഭാഗം ഇത്തരത്തിൽ ഇടിച്ചു എന്ന് ആരോപിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ അപകടം പറ്റിയ വാഹനം എങ്ങനെയാണ് ടെസ്റ്റിന് കയറ്റാൻ സാധിക്കുക എന്നായിരുന്നു സമരസമിതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. അങ്ങനെയാണ് തർക്കമുണ്ടായത്. തർക്കത്തിനൊടുവിൽ പോലീസ് ഇടപെട്ടതിനു ശേഷം പോലീസിന്റെ പൂർണ്ണ സംരക്ഷണത്തോടു കൂടിയാണ് ടെസ്റ്റ് നടന്നത്. പക്ഷേ ടെസ്റ്റ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലാ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരത്തെ കാര്യമായി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. നാളെ ഗതാഗത മന്ത്രി നാട്ടിലെത്തും. 23-ാം തീയതിയോടുകൂടി CITയുമായിട്ട് ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മറ്റു സംഘടനകളായിട്ടൊന്നും ചർച്ച ഇതുവരെ മന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല. മന്ത്രി നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ പരിഹാര പരിപാടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പങ്കുവെക്കാനുള്ളത്. ഇന്ന് നിലത്ത് കിടന്നൊക്കെയാണ് പ്രതിഷേധം വെക്കുന്നത്. ചേട്ടാ, സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. മന്ത്രി നാട്ടിലെത്തിയ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെയായിട്ട് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഭാഗത്തുനിന്നോ? അങ്ങനെ എന്തെങ്കിലും പരാജയമായിരുന്നു. എവിടെന്നാ വരുന്നത്? കോഴിക്കോട്. ഓക്കെ, അവിടെ എങ്ങനെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ? 12 ദിവസമായി നിർത്തിവെച്ചേക്കാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്തത്തോട് കൂടി നടത്തുന്ന ഗ്രൗണ്ടുകളുണ്ട്? പ്രൈവറ്റ് ഗ്രൗണ്ടാണ്. നിങ്ങൾ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നതിൽ എങ്ങനെയാണ്? ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വന്തം വാഹനത്തിൽ വരുന്നവര് നടത്തണ്ട, ഞങ്ങൾ ഗ്രൗണ്ട് നടത്തണ്ട, ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഗ്രൗണ്ടുകളൊന്നുമില്ല. അപ്പോൾ അവരെ ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ ഗ്രൗണ്ടുകളിൽ മത്സരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെ തീരുമാനത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു വലിയ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഉണ്ടാകാതെയാണ് ഈ പ്രതിഷേധം ഇത്രയും ശക്തമായി അല്ലെങ്കിൽ ഇത്രയും വഷളായി. ഒരു 13 അല്ലെങ്കിൽ 2-ാം തീയതി മുതൽ ആരംഭിച്ച ഒരു സമരമാണ് ഇന്ന് 11 ദിവസമായപ്പോഴേക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വരും ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആദ്യഘട്ട ചർച്ചയിലാണ് സർക്കുലർ പരിഷ്കരിക്കുന്ന ഒരു നിയമം വന്നത്. പക്ഷേ പരിഷ്കരണത്തിലും ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങളും ഇന്നും ഇല്ലായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും സമരം ശക്തമാകുന്നത്. ഹാഫ് ക്ലച്ച് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ H ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളിലാണ് ഇവർക്ക് ആവശ്യകത ഉള്ളത്. അതുപോലെ തന്നെ 15 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പകരം വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഇത്തരം തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. 2-ാം ഘട്ട സമരത്തിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും നാളെ മന്ത്രി സ്ഥലത്തെത്തും. അതിനുശേഷം ചർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഇരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ തുടരുന്നുണ്ട്. അനു.
ടിൻഡു, ഈ അന്നത്തെ പ്രതിഷേധ കാഴ്ചകളിൽ ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് പരിഷ്കാരങ്ങളിൽ ചിലത് നടപ്പിലാക്കാൻ തങ്ങൾ ഒരുക്കമാണ്, പക്ഷേ സമയം അനുവദിക്കണം, ഈ കിട്ടിയ സമയം പോരാ, അതിന് കൂടുതൽ സമയം ആവശ്യമാണ്, അങ്ങനെയെങ്കിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാണ് എന്നതാണ്. എന്നാൽ വീണ്ടും പരിഷ്കരിച്ച ഒരു സർക്കുലറുമായി MVD ഇറങ്ങിയപ്പോഴും അതിലും ഈ സമയം നീട്ടൽ വാഗ്ദാനം ചെയ്തിരുന്നില്ല, ഉറപ്പ് നൽകിയിരുന്നില്ല. അതിനുശേഷമാണല്ലോ ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോഴും അവരുടെ ആവശ്യം എന്താണ്? ഈ പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായുള്ള സമരമാണോ, അതോ ഈ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണം എന്നതാണോ? ഈ പരിഷ്കാരങ്ങളിലൊക്കെ ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പരിഷ്കാരങ്ങളിലൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷേ അതിനനുവദിച്ചിരിക്കുന്ന സമയപരിധിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ വിഷയം എന്ന് പറയുന്നത്. പെട്ടെന്നായിട്ട് സിലബസിൽ വന്നൊരു മാറ്റം, ആ മാറ്റമാണ് അംഗീകരിക്കാൻ സാധിക്കാത്തത്. പിന്നീട് വരുന്നത് 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് മാറ്റാനായി 3 മാസത്തിനകം സമയം കൊടുക്കും. ഈ 3 മാസത്തിനുള്ളിൽ ഈ വാഹനങ്ങൾ മാറ്റിയില്ലെങ്കിൽ വാടകയ്ക്ക് വാഹനം എടുത്ത് അത്തരത്തിൽ ടെസ്റ്റുകൾ നടത്താൻ. അപ്പോൾ 3 മാസത്തിനുള്ളിൽ ഒരു വാഹനം എങ്ങനെയാണ് ഇത്തരത്തിൽ വാടകയ്ക്ക് എടുത്ത് നടപ്പിലാക്കുന്നത്? അതോടൊപ്പം തന്നെ ഹാഫ് ക്ലച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കയറ്റത്തിൽ ഹാഫ് ക്ലച്ച് ഇട്ട് വണ്ടി പാർക്ക് ചെയ്യുക, റോഡ് ടെസ്റ്റിൽ വന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ എച്ചിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമാകാൻ കാരണമായത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഒരു ദിവസം 150 ടെസ്റ്റുകളാണ് ഒരു മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ദിവസം നടത്താൻ സാധിച്ചിരുന്നത്. പക്ഷെ അത് പിന്നീട് 60 കുറച്ചു. 60 പിന്നീട് പരിഷ്കരണത്തിലൂടെ 40 പിന്നീട് അത്തരത്തിലുള്ള ആ മാറ്റങ്ങൾ, അതായത് ഒരു ദിവസം 150ഓളം ടെസ്റ്റുകൾ നടന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് ചെറിയ നമ്പർ അല്ലെങ്കിൽ 40-30 ടെസ്റ്റുകൾ മാത്രമാണ് നടത്തുന്നത്. സ്ലോട്ടുകൾ നൽകുന്നില്ല തുടങ്ങിയവയൊക്കെ ആരോപിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സമരം ശക്തമായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സമര പരിപാടികളിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. മാറ്റം അംഗീകരിക്കാൻ കഴിയും, പക്ഷെ അതിനുള്ള സമയം കൊടുക്കണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ചേച്ചി, എവിടെന്നാ വരുന്നേ? ഞാൻ കണ്ണൂര് പയ്യന്നൂര് എന്ന സ്ഥലത്തുനിന്ന് വരുന്നത്. അവിടെ എങ്ങനെയാ ടെസ്റ്റുകൾ പൂർണ്ണമായി ബഹിഷ്കരിച്ചുകൊണ്ടാണോ ഈ 11 ദിവസവും സമരം ചെയ്തത്? ആണ്, പൂർണ്ണമായി ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. നിങ്ങളുടെ പ്രധാന ആവശ്യം എന്താണ്? നിങ്ങൾക്ക് പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ലോട്ട് വെട്ടി ചുരുക്കിയിട്ടാണ് ഉള്ളത്. ഇത്രയും ജനങ്ങൾ ഇപ്പൊ ടെസ്റ്റിന് ഇരിക്കുന്ന കാലത്ത് കുട്ടികൾ 18 വയസ്സാകുമ്പോൾ തന്നെ ടെസ്റ്റിന് വരുന്ന കാലമാണ്. ആ സമയത്ത് തന്നെ ഇപ്പൊ സ്ലോട്ട് വെട്ടി ചുരുക്കിയിട്ടുണ്ട്. കുട്ടികളെ എണ്ണം കുറച്ചിട്ടുള്ള ഒരു ദിവസം ടെസ്റ്റ് എടുക്കുന്നത് വളരെയധികം കുറച്ചത്. കുട്ടികൾ ബുദ്ധിമുട്ടും, പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തു പോകുന്ന കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടും. അവർ അന്യ സംസ്ഥാനത്തിനെ ആശ്രയിക്കും ടെസ്റ്റിന് വേണ്ടി. ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഫീസ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഫീസിൻ്റെതല്ല, നമുക്ക് ഈ പുതിയ പരിഷ്കാരത്തോടൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഡബിൾ ക്ലച്ചും ബ്രേക്കും ഡുവൽ കൺട്രോൾ അതില്ലാതെ നിരത്തിൽ ഇറക്കാൻ പറ്റില്ല വണ്ടി ടെസ്റ്റിന്. കുട്ടികളെ ജീവന് അപകടമാണ്, അതിന് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് പുറം നാട്ടിലൊന്നും അങ്ങനെ ഒരു നിയമേ ഇല്ല. ക്ലച്ചും ബ്രേക്കും പുറം നാട്ടിൽ ഉണ്ട്. അപ്പൊ അത് എടുത്തു കളയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? സ്വന്തമായ ഗ്രൗണ്ടുകൾ ഉള്ള സ്ഥലമാണോ, അതേ സ്വകാര്യ വ്യക്തികളുടെ ഗ്രൗണ്ടുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണോ? സ്വന്തമായ ഗ്രൗണ്ടിൽ ഇല്ല. ഇപ്പൊ നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ ടെസ്റ്റ് ഗ്രൗണ്ട് തന്നെയാണ് നടത്തുന്നത്. ഗവൺമെന്റിന്റെ ഗ്രൗണ്ട് നല്ല ടെസ്റ്റ് നടത്തുന്നത് പയ്യന്നൂർ. ഇനി ഒരുപക്ഷെ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ തടയുന്നില്ല. ഈ പുതിയ പരിഷ്കാരത്തിനെ നമ്മൾ ഇപ്പോൾ എതിർത്തിട്ട് തന്നെയാണുള്ളത്. ഇപ്പൊ ടെസ്റ്റ് നടക്കുന്നില്ല, ടെസ്റ്റ് നടത്താൻ പറ്റില്ല നമുക്ക്. ഈ പുതിയ സ്ലോട്ട് എണ്ണം കുറച്ചുകൊണ്ട് കുട്ടികൾക്ക് ടെസ്റ്റ് പയ്യന്നൂർ തന്നെ കുട്ടികളുണ്ട് ഒരുപാട്, 10-60 സ്കൂളുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ടെസ്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. ഡുവൽ ക്ലച്ച് ആണ് പ്രധാന പ്രശ്നം. ഒരു കുട്ടിയെ ടെസ്റ്റ് എത്തിക്കുന്ന സമയത്ത് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിലാണ് എത്തിക്കുന്നത്. അതിലൊരു ഡുവൽ ക്ലച്ച് ഉണ്ടായിരിക്കും. റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇത് ഒരുപാട് സഹായകരമാക്കും. നിലവിലെ പരിഷ്കാരം അനുസരിച്ച് ഡുവൽ ക്ലച്ച് മാറ്റുക. അപ്പോൾ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ടെസ്റ്റിനായി എത്തുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളാണ് ഒരുപക്ഷെ ഇവർ പങ്കുവയ്ക്കുന്നത്. ഈ പരിഷ്കരിച്ച ഈ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും പിന്മാറാതെ അത് നടപ്പിലാക്കാനുള്ള സമയമെങ്കിലും തരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ചർച്ച നടന്ന പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഒരു പരിധിവരെ ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CIQ-നെ ഈ മാസം 23-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് സംയുക്ത സമര സമിതിയെ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അവർക്കത് ഈ സമരത്തിൽ നിന്നും പിന്മാറി ഒരുപക്ഷെ ഈ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കാൻ കഴിയും. അനു.